നമസ്കാരം. CJ റോയുമായി ബന്ധപ്പെട്ട്, അതായത് കോൺഫിഡന്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ദിവസേന വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ അത്ര സുഖകരമല്ല. നമ്മൾ കാണുന്ന പോലെയുള്ള സംഭവങ്ങളല്ല പുറത്തു വരുന്നത്. ഒരു ആദായ നികുതി വകുപ്പിന്റെ പ്രശ്നമല്ല ഇപ്പോൾ അവിടെ അദ്ദേഹത്തിന് മരണ കാരണമെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. CJ റോയ് ഒരു കാരണവശാലും ആദായ നികുതിന്റെ ഒരു പ്രശ്നം കൊണ്ട് ആത്മഹത്യ ചെയ്യപ്പെടുകയില്ല എന്നുള്ള സത്യം വളരെ കൃത്യമായി മറനീക്കി പുറത്തു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 30-ാം തീയതി ഉച്ചയ്ക്ക് 3:30 മണിക്ക് അദ്ദേഹം സ്വയം വെടിവെച്ചു മരിച്ചു എന്ന് പറയുന്ന കഥ അതൊരു കള്ളക്കഥയാണെന്നും അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നതാണെന്നുള്ള ഊഹാപോഹങ്ങൾ പടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പിന്നിൽ പോകുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അത് കൊലപാതകമാണോ അല്ലെ ആത്മഹത്യയാണോ ഒന്നും കൂടി പരിശോധിക്കേണ്ടതാണ്. ഒന്നാമത് കൊലപാതകമാണെന്ന് ഉദ്ദേശിക്കുന്നതിന് കാരണം ഈ നെഞ്ചിലേക്ക് അദ്ദേഹത്തിന് അമിതവണ്ണമുള്ള അദ്ദേഹത്തിന് വെടിവെക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ്. ആ വെടിവെക്കണമെങ്കിൽ തലയ്ക്ക് മാത്രമേ വെടിവെക്കാൻ പറ്റുള്ളൂ. അമിതമായ ശരീരമുള്ളതിനെ വളഞ്ഞ് കൈ മടക്കി നെഞ്ചിലേക്ക് വെടിവെക്കുക അത്ര കഴിയുന്ന സാധാരണ മെലിഞ്ഞ ആളുകൾ കഴിയും, തടിച്ച ആളുകൾക്ക് അത് കഴിയില്ല. സുഗമമായ തലയ്ക്ക് വെടിവെക്കേണ്ടതിന് പകരം നെഞ്ചിലേക്ക് വെടിവെച്ചതിന് കാരണം അത് മുന്നിൽ നിന്ന് ഒരാൾ വെടിവെച്ചത് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഇത് ദൃശ്യങ്ങൾ വരണ്ടേ? ദൃശ്യങ്ങൾ പുറത്തു വരാത്തത് എങ്ങനെയാണ്? ദൃശ്യങ്ങൾ പുറത്തു വരാത്തതെന്ന് പറഞ്ഞാൽ ആ വെടിവെക്കുന്നത് മൂലമുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരേണ്ടതാണ്. പക്ഷേ CCTV ദൃശ്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അത് മൊത്തത്തിൽ ഓഫാക്കിയിരുന്നു അവിടെ. അപ്പോൾ അവിടെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കൊലപാതകമാണ് നടന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആദായ നികുതി വകുപ്പിന്റെ തലയിൽ ചുകട്ടി വെച്ച് രക്ഷപ്പെടാൻ വേണ്ടി പ്ലാൻ ചെയ്ത പരിപാടി. അപ്പൊ ഇതിന്റെ പിന്നിൽ ആരാണ്? അപ്പൊ ഇവിടെയാണ് നമ്മൾ വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ വെളിപ്പെടുത്തൽ മറ്റാരുമല്ല, ഡോക്ടർ CA ഖാദറാണ്. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് കേൾക്കാം. നമസ്കാരം, ഞാൻ അബ്ദുൽ ഖാദർ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും അത് കണ്ടിരുന്നു എന്ന് വിചാരിക്കുന്നു. കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് പലരും പല വിധത്തിലുള്ള കഥകൾ പറയുന്നു. എന്നാൽ എനിക്കൊരു കഥ പറയാനുണ്ട്. കഥയല്ല, ഇത് കാര്യമാണ്. റോയിയുടെ മരണത്തെ തുടർന്ന്, റോയിയുടെ റെയ്ഡിനെ തുടർന്ന്, കേരളത്തിലെ TA ജോസഫിൻ്റെ ഓഫീസിലെ റെയ്ഡിനെ തുടർന്ന് ഞാൻ മനസ്സിലാക്കുന്നൊരു സത്യമുണ്ട്. ബിജു മാത്യു എബ്രഹാം ക്രിമിനൽ എന്നൊരു പേര് ഞാൻ ഇന്നലെ അവതരിപ്പിച്ചിരുന്നു. ബിജു മാത്യു എബ്രഹാമുമായുള്ള വഴിവിട്ട ബന്ധമായിരുന്നു സൗത്ത് ഇന്ത്യയിലെ ഇത്രയും വലിയ ഒരു ഗ്രൂപ്പിൻ്റെ ഇങ്ങനൊരു പ്രതിസന്ധിയിൽ കൊണ്ടുപോയി എത്തിച്ചത് എന്ന് ഞാൻ പറഞ്ഞാൽ TA ജോസഫിനെ അത് എതിർക്കാൻ കഴിയുമോ? ബിജു മാത്യു എബ്രഹാം ആരാണെന്ന് അറിയാമല്ലോ. ജോസഫിന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ല, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നു. മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ട, ഡ്രഗ്സ് മാഫിയയുമായി ബന്ധപ്പെട്ട ബിജു മാത്യു എബ്രഹാം, താങ്കളുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ളത് പൊതുജനങ്ങളോട് താങ്കൾ പറയൂ. പത്രസമ്മേളനത്തിൽ ധീരനായിട്ട് താങ്കൾ വന്നിരുന്നു പറഞ്ഞല്ലോ, ഞങ്ങൾക്കൊരു യാതൊരുവിധ ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഇല്ല എന്നുള്ളത്. 2018 ഡിസംബർ 14-ാം തീയതി ഈ ബിജു മാത്യു എബ്രഹാമിന് 4,98,00,000 രൂപ താങ്കൾ TA ജോസഫ് കോൺഫിഡന്റ് ഗ്രൂപ്പിൽ നിന്നും കൊടുത്തതായിട്ട് ഒരു രേഖ കാണുന്നുണ്ടല്ലോ മിസ്റ്റർ ജോസഫ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു കൊടുത്തത്? അത് ക്യാഷ്, നിങ്ങളുടെ കാശ് നിങ്ങൾക്ക് ആർക്കും കൊടുക്കാം. നിങ്ങൾ ആർക്ക് കൊടുത്തു എന്നുള്ളതല്ല, കൈപ്പറ്റിയ ആളുടെ ആരാണ് കൈപ്പറ്റിയത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, സാധാരണ രീതിയിൽ നമ്മുടെ നാട്ടിൽ ക്യാഷ് കൊടുക്കുമ്പോൾ ചെക്ക് കൊടുക്കാറുണ്ട്, ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, DD കൊടുക്കാറുണ്ട്. ഈ വഴികളൊന്നുമല്ലല്ലോ കൊടുത്തിരിക്കുന്നത്. താങ്കൾ ലിക്വിഡ് മണിയല്ലേ കൊടുത്തത്, 4,98,00,000 രൂപ. അല്ല, താങ്കൾ ചെക്കായിട്ടോ മറ്റ് ട്രാൻസ്ഫർ ആണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ളത് താങ്കൾ പറയൂ. അത് താങ്കളാണ് പറയേണ്ടത്. ആ കാലഘട്ടങ്ങളിൽ താങ്കൾ ഉപയോഗിക്കുന്ന ഒരു പോർഷ് കെയിൻ കാർ ഉണ്ടായിരുന്നല്ലോ, പലതവണ പഞ്ചാബിൽ പോയി വന്നിരുന്നല്ലോ ആ കാറ്.
കാറ് ചിലപ്പോൾ പുട്ടുപൊടി വാങ്ങാൻ പോയതായിരിക്കും പഞ്ചാബിലേക്ക്. അതിനെപ്പറ്റി ഞാൻ ചോദിക്കുന്നില്ല. ബിജു മാത്യു എബ്രഹാമിന് കൊടുത്ത 4,98,00,000 രൂപ എന്തിനു കൊടുത്തു എന്നുള്ളത് താങ്കൾ പറയണല്ലോ. ഏതെങ്കിലും ഇല്ലീഗൽ ബിസിനസ് ആണോ, അതോ ഇടുക്കി ജില്ലയിലുള്ള ശാന്തമ്പാറയിലെ KRV എസ്റ്റേറ്റ് തട്ടിയെടുക്കുന്നതിന് താങ്കൾ കൊടുത്തൊരു കൊട്ടേഷനാണോ? ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന ഗുണ്ടകളുമായിട്ട് എന്താണ് താങ്കൾക്ക് ബന്ധം? കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാൻ മരണപ്പെട്ട സമയത്ത് ഫെബ്രുവരി 1 തീയതി മോർണിംഗ് 11 മണി സമയത്ത് 11 to 11:30 ലൈവ് TV പല ചാനലിലും ഇടുക്കി ജില്ലയിലെ അറിയപ്പെടുന്ന റൗഡികളെയും ഗുണ്ടകളെയും കണ്ടിരുന്നല്ലോ. ഇത്രയും വലിയൊരു കമ്പനി എന്ന് അവകാശപ്പെടുന്ന നിങ്ങൾക്ക് ഇടുക്കി ജില്ലയിലെ ഗുണ്ടകളുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ വീണ്ടും പറയുന്നു, ഇത്രയും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിന് മാത്രമല്ല, റോയിയുടെ കുടുംബത്തിന് മാത്രമല്ല, സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു ബിസിനസ്സുകാരൻ്റെ ഇത്രയും വലിയൊരു പ്രതിസന്ധിക്ക് ബിജു മാത്യു എബ്രഹാം എന്നുള്ള ഒരു ക്രിമിനലുമായിട്ട് താങ്കൾക്കുള്ള ഒരു ബന്ധമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല കാര്യങ്ങളും പറയാനുണ്ട്. ഞാൻ എല്ലാം കൂടെ പറയുന്നില്ല, ഒന്നൊന്നായിട്ട് പറഞ്ഞാൽ പോരെ. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ട്, ജോസഫിന് വേണ്ടിയിട്ടല്ല. ബിജു മാത്യു എബ്രഹാം ക്രിമിനൽ എന്ന് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ എന്താണെന്നുള്ളത്, ബിജു മാത്യു എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവും. കേട്ടല്ലോ, ഞെട്ടിക്കുന്നൊരു വസ്തുതയാണ്. അതായത് അതിൻ്റെ അകത്തൊരു ക്രിമിനലായ ബിജു എബ്രഹാം മാത്യു എന്ന് പറയുന്ന ആ ക്രിമിനൽ, അതായത് കൊളംബിയ ജയിലിൽ കിടക്കുന്ന, ലോകത്തിലെ ഏറ്റവും മയക്കുമരുന്ന് കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് കൊളംബിയ. ആ കൊളംബിയ ജയിലിൽ കിടക്കുന്ന അവിടെ കിടക്കുന്ന ആളാണ് ഈ പറയുന്ന ബിജു മാത്യു. ഈ അദ്ദേഹം മുമ്പ് ഇവിടെ കൊട്ടേഷൻ്റെ ഒക്കെ ആളായിരുന്നു. അദ്ദേഹം മരിച്ചു എന്ന് റെക്കോർഡ് ഉണ്ടാക്കി, വീണ്ടും മരിച്ചു എന്ന് റെക്കോർഡ് ഉണ്ടാക്കി എന്ന് പറയുന്ന വീഡിയോ ഇന്നലെ ഞാൻ പുറത്തുവിട്ടിരുന്നു. ആ വീഡിയോ കൂടി കാണുമ്പോഴേ ഇദ്ദേഹത്തെക്കുറിച്ച് പൂർണ്ണമായ വിവരങ്ങൾ, അതായത് ഡോക്ടർ CA ഖാദർ വളരെ ഞെട്ടിക്കുന്ന ചില വസ്തുതകളാണ് പുറത്തുവിടുന്നത്. ഇന്നലത്തെ വീഡിയോ കൂടി നമുക്കൊന്ന് കേൾക്കാം. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയർമാന്റെ മരണത്തെ ചൊല്ലി ന്യൂസുകളെല്ലാം നമ്മൾ കാണുന്നു. എല്ലാ മുഖ്യധാര ചാനലുകളിലും യൂട്യൂബ് ചാനലുകളും അദ്ദേഹത്തിന്റെ മരണത്തെപ്പറ്റി മറ്റു കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിലേക്ക് ആരും എത്തിയിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കേരളത്തിലെ ചാർജുള്ള, കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചാർജുള്ള TA ജോസഫ് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളുടെ കമ്പനിക്ക് ബാധ്യതകളില്ല, ആരേക്കൊന്നും ലോൺ വാങ്ങിച്ചിട്ടില്ല, ആരേക്കൊന്നും കടം വാങ്ങിച്ചിട്ടില്ല, ഒരു സാമ്പത്തിക ഇടപാടില്ല എന്ന്. മിസ്റ്റർ TA ജോസഫ്, താങ്കളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ബിജു മാത്യു എബ്രഹാം എന്നൊരു ക്രിമിനലിനെ താങ്കൾക്ക് പരിചയമുണ്ടോ? ബിജു മാത്യു എബ്രഹാം ക്രിമിനൽ എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ആർക്കും മനസ്സിലാവും ആരാണ് ബിജു മാത്യു എന്നുള്ളത്. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ചരിത്രം അറിയുന്നതിന്റെ മുന്നേ എല്ലാവരും അറിയേണ്ട ഒരു പേരാണ് ബിജു മാത്യു എബ്രഹാം. അമേരിക്കൻ ജയിലിലായിരുന്നു അദ്ദേഹം. അതിനുശേഷം ഇന്ത്യയിൽ വരുന്നു. 2015 അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ നിരവധി തട്ടിപ്പും വഞ്ചനയും ഡ്രഗ്സ് ബിസിനസ്സും എല്ലാം ചെയ്തതിനു ശേഷം 2021 അദ്ദേഹം വീണ്ടും മരണപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ കേൾക്കുന്നത് അദ്ദേഹം കൊളംബിയയിലുണ്ടെന്ന് കേട്ടിരുന്നു. 2021 മുതൽ 2025 കൊളംബിയൻ ജയിലിലുണ്ടെന്ന് കേൾക്കുന്നു. ആരാണ് ബിജു മാത്യു എബ്രഹാം എന്നുള്ളതിന് മറുപടി പറയേണ്ടത് TA ജോസഫ് പറയണം. അവരുമായിട്ട് എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് നിങ്ങൾക്കുണ്ടോ
വളരെ കോൺഫിഡന്റോട് കൂടിയിട്ടാണല്ലോ ഇന്നലെ പറഞ്ഞത് നിങ്ങൾ. ഞങ്ങൾക്ക് ആരുമായിട്ടും ഒരിടപാടില്ല, ഞങ്ങൾക്കൊരു ഇല്ലീഗൽ ട്രാൻസാക്ഷൻ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറഞ്ഞിരുന്നല്ലോ. എന്റെ ചോദ്യത്തിന് ഒന്ന് മറുപടി പറയൂ നിങ്ങൾ, പ്ലീസ്. കേട്ടല്ലോ. അങ്ങനെയുള്ള അദ്ദേഹത്തിന് 4 ലക്ഷത്തി ഏകദേശം 5 ലക്ഷത്തോളം രൂപ കൊടുത്തതിന്റെ റെക്കോർഡാണ് പുറത്തു വന്നത്. അപ്പൊ ഈ കൊട്ടേഷൻ ടീമുകളുമായിട്ടുള്ള ബന്ധം എന്താണ്? അതേപോലെ ഡ്രഗ് മാഫിയയുമായിട്ടുള്ള ബന്ധമാണ്. ഇദ്ദേഹം ഡ്രഗ് മാഫിയയുമായി ബന്ധപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും ഈ പറയുന്ന സിജയ് റോയ് സ്ലോവാക്യയുമായി അടുത്ത ബന്ധമുണ്ടാക്കിയിരുന്നത് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഒരു ഔദ്യോഗിക സ്ഥാനം തന്നെ അദ്ദേഹം നേടിയെടുത്തിരുന്നു. $2 ലക്ഷം കൊടുത്തിട്ടാണ് ആ സ്ഥാനം നേടിയെടുത്തിട്ടുള്ളത്. ആ നേടിയെടുത്തതിന് പിന്നിലും അവിടെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കുറെ ആരോപണങ്ങൾ വരുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തത് ആരാണ്? അവിടെ ധാരാളം പ്രോജക്റ്റുകൾ അദ്ദേഹം സ്ഥലം വാങ്ങിയിരുന്നു. ഒരു സ്ഥലത്ത് തന്നെ 320 ഏക്കർ സ്ഥലം വാങ്ങിയത് അത് 8000 രൂപ സെന്റിന് മേടിച്ചിട്ട് പിന്നെ 18 ലക്ഷം രൂപയ്ക്ക് വിറ്റതായുള്ള റെക്കോർഡുണ്ട്. അപ്പം അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ 340 ഏക്കർ ഗോൾഫ് ക്ലബ്ബ് ഉണ്ട്, അതും അദ്ദേഹത്തിന്റെ പേരിലാണ്. അതേപോലുള്ള സ്ഥലങ്ങൾ അദ്ദേഹം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതിനൊക്കെ പണം ഇൻവെസ്റ്റ് ചെയ്ത് ആരാണെന്ന് ഇതുവരെ വ്യക്തമല്ല. പല പ്രമുഖരായ ആളുകളും ഇതേപോലുള്ള മാഫിയകളിൽ നിന്നും ഫണ്ട് വന്നതായി കാണുന്നുണ്ട്. അപ്പൊ ഇതിൽ കൃത്യമായി ഇദ്ദേഹത്തെ വകവരുത്താൻ വേണ്ടി ആരോ ഇതിന്റെ ഇൻകം ടാക്സിന്റെ പേര് തലയിൽ വെച്ചുകൊണ്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ കൊട്ടേഷൻ ടീമിന്റെ അത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പല വിവരങ്ങളും ബാംഗ്ലൂരിൽ നിന്ന് വരുന്നത്. അതിനെക്കുറിച്ചുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ എന്താണ്, കൊട്ടേഷൻ ടീമിന് എന്തായാലും പണം കൊടുത്തതിന്റെ ശക്തമായ തെളിവാണ് ഈ ഡോക്ടർ CA ഖദർ പറയുന്നത്. നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയൊരു സംഭവമല്ല. ഇത് ഇന്റർനാഷണൽ ആയിട്ടുള്ള അധോലോക മാഫിയയുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ളത് വിശ്വസിക്കാവുന്ന കാര്യങ്ങളിലേക്കാണ് പോകുന്നത്. കാരണം ആദായ നികുതി വകുപ്പിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ പണം അടച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇത് ആദായ നികുതി വകുപ്പിന്റെ തലയിൽ കെട്ടിവെച്ച് ആ കൊലപാതകം അവരെ തലയിൽ കെട്ടിവെച്ച് വളരെ ആസൂത്രിതമായ തന്ത്രപരമായ ഒരു കൊലപാതകമാണ് നടന്നത് എന്നുള്ള നിഗമനത്തിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അതിന് മാത്രമുള്ള TA ജോസഫിനും അതേപോലെ ഈ അധോലോക മാഫിയയുമായുള്ള ബന്ധങ്ങളാണ് മറനീക്കി വരുന്നത്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് വെളിപ്പെടുത്താം. അതിനെക്കുറിച്ച് ഞങ്ങളും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സത്യമാണോ അല്ലെ എന്നൊക്കെ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമല്ല എങ്കിൽ TA ജോസഫ് നിഷേധിക്കണം, അതും ഞങ്ങൾ കൊടുക്കും. ഞങ്ങൾക്ക് TA ജോസഫിനോട് പ്രത്യേക വിവരമൊന്നുമില്ല. പക്ഷെ പുറത്തു നിന്ന് വരുന്ന കാര്യങ്ങൾ വളരെ ഞെട്ടിക്കുന്നതും ദുരൂഹത നിറഞ്ഞതും ഓരോ നിമിഷവും നമ്മൾ അതിലേക്ക് പോയി എത്തിപ്പെടുമ്പോൾ നമുക്ക് വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് കോൺഫിഡൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന വലിയ പ്രസ്ഥാനം 10-11,000 കോടി രൂപ റെക്കോർഡിക്കലി തന്നെ അവര് ആസ്തിയുള്ള പ്രസ്ഥാനം, ഫണ്ടിന് യാതൊരു പഞ്ഞവുമില്ലാത്ത പ്രസ്ഥാനം, പല സിനിമാ താരങ്ങളും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരങ്ങളുള്ള പുറത്തു വരുന്ന പ്രസ്ഥാനം. അങ്ങനെയുള്ള പ്രസ്ഥാനത്തിന്റെ അധിപനായ ഇദ്ദേഹം മരണപ്പെടുന്നതിന് കാരണം അദ്ദേഹം നേരത്തെ തന്നെ ദുബായിൽ നിന്ന് വരുമ്പോൾ തന്നെ എഴുതി വെച്ചിരുന്നു അദ്ദേഹത്തിന് ആ ഡയറി കുറിപ്പിൽ. അതിന് പല ദുരൂഹമായ ഞെട്ടിക്കുന്ന ബന്ധങ്ങളുടെയും ആരോടൊക്കെ ഏറ്റുമുട്ടലിന്റെയൊക്കെ സൂചനയുണ്ട്. ഇനിയുടെ ഇന്നർ സൈഡിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് തട്ടിയെടുക്കാനുള്ള ചില ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടെന്ന് വേണം വിശ്വസിക്കാൻ. എന്തായാലും നമുക്ക് അതിലേക്കൊക്കെ കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് പുറത്തുവിടാം. അതുവരെ നന്ദി, നമസ്കാരം.